നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കളിയാക്കിയവർക്കുള്ള മറുപടി: മമ്മൂട്ടി ഹാട്രിക് 50 കോടി. ഇത് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോയിലോട്ട് കയറാം. ഒരു 7-8 വർഷമായതേ ഉള്ളൂ ഈ കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞതൊരു ഒന്നും ഓർത്തല്ല, അനാവശ്യ കാര്യമാണ്. സിനിമ വിജയിക്കുക പരാജയപ്പെടുക അതൊക്കെ ഓക്കെ, പക്ഷേ കോടി ക്ലബ്ബിൽ കയറുക എന്ന് പറയുന്നതിനെ കുറിച്ച് അങ്ങ് കൂടുതൽ ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അതിൻ്റെ പേരിൽ തർക്കങ്ങൾ, അത് വല്ലാത്ത സിനിമയെ ശരിക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. കോടിക്കണക്കിനൊക്കെ കിട്ടിയ 100 കോടിയോ 200 കോടിയോ 50 കോടിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സിനിമയുടെ നിർമ്മാതാവിന് നല്ലതാണ്, നടന് നല്ലതാണ്, ഇതൊക്കെ കാര്യങ്ങൾ നല്ലതാണ്. അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതൊക്കെയാണ് സത്യം. അത് നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നേരത്തെ അങ്ങനെ സിനിമകളില്ലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് തോന്നുന്നത് ദൃശ്യം 50 കോടി ക്ലബ്ബിലൊക്കെ കയറിയപ്പോൾ മുതലാണ് നമ്മൾ ഈ കോടി ക്ലബ്ബ് എന്ന് പറയുന്നതിലോട്ട് വന്നത്. ശരിക്കും എല്ലാവരും ആലോചിച്ച് നോക്കിയെന്ന് മനസ്സിലാകും. പക്ഷേ അതൊരു തെറ്റാണ്. ഇപ്പോൾ കോടി ക്ലബ്ബിൽ കയറ്റാൻ വേണ്ടി മാത്രം സിനിമകൾ എടുക്കുന്ന രീതിയിലൊക്കെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇരയായ ഒരു നടൻ മമ്മൂട്ടിയാണ്. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പല ചർച്ചകളിലും മമ്മൂട്ടി ഫാൻസോ മോഹൻലാൽ ഫാൻസോ എല്ലാവരും നോർമൽ ഓഡിയൻസ് പോലെ ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും 50 കോടി നേടാൻ പറ്റുന്നുണ്ട്. ഒരു സമയത്തെ ചർച്ച അതായിരുന്നു. മമ്മൂട്ടിക്ക് മാത്രം, മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളും എനിക്കൊന്ന് 30 കോടി 40 കോടി 45 കോടി ആ റേഞ്ചിലൊക്കെ ചിത്രങ്ങൾ ഉണ്ടായിട്ട് പോലും മമ്മൂട്ടിക്ക് ഒരു ചിത്രം പോലും 50 കോടി നേടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പ്രത്യേകിച്ചും കോവിഡിന് മുമ്പൊക്കെ തൂത്തുവാരി കളിയാക്കുന്ന സമയമായിരുന്നു. കാരണം മമ്മൂട്ടി ഉള്ള ചിത്രം ഒരുപാട് ശ്രദ്ധിക്കാതെ മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പലത് പോവുകയും, എന്നാൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇച്ചിരി വിജയിക്കുന്ന പടങ്ങൾ ഏകദേശം ഒരു 35-40 ആ റേഞ്ചിൽ നിൽക്കുകയും ചെയ്തതോടുകൂടി മമ്മൂട്ടി 50 കോടി ക്ലബ്ബിൽ ഇഷ്ടം പോലെ, നിവിൻ പോളി, ദുൽഖർ എല്ലാവരും 50 കോടി നേടുമ്പോഴും മോഹൻലാലൊക്കെ ഇഷ്ടം പോലെ 50 കോടി ക്ലബ്ബിൽ ഉണ്ടായിട്ട് പോലും മമ്മൂട്ടിക്ക് എന്ന മെഗാ താരത്തിന് 50 കോടി ക്ലബ്ബിലില്ല, നാണമില്ലേ, നമ്മുടെ മാത്യൂസിന് വരെ 50 കോടിയായി എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിരവധി ട്രോളുകൾക്കിരയായിട്ടുണ്ട്. ഇവരോടെല്ലാം നമുക്ക് പറയാനുള്ളൊരു കാര്യം, മമ്മൂട്ടി മോഹൻലാൽ ഇവർ രണ്ടുപേരും ഇവർക്കൊക്കെ ഒരു ചിത്രം മതി 50 കോടി 100 കോടി, അല്ലെങ്കിൽ അഭിനയിച്ച് വിസ്മയിപ്പിക്കാനൊക്കെ ഒറ്റപ്പടം മതി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കാണിച്ചുള്ളത്. 50 കോടി ക്ലബിനെക്കാട്ടി എനിക്ക് ആദ്യം പറയാനുള്ളത് മമ്മൂട്ടിയുടെ സെലക്ഷൻ. ഇപ്പോൾ 10,000 വട്ടം നമ്മൾ പറഞ്ഞാണെങ്കിൽ പോലും 2020 മുതൽ 2024 വരെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമയുടെ ഒരു ഊർജം. നമ്മളാണ് ഒരു നടനെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയൊന്നും സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നല്ല ഗംഭീരമായ സെലക്ഷൻ മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹത്തിന് ഇതുപോലെ സെലക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നത്. ഇനി കളിയാക്ക് എപ്പം തുടങ്ങി, അതിനുള്ള മറുപടി എപ്പോൾ അദ്ദേഹം കൊടുത്തു തുടങ്ങി എന്ന് പറയുന്നത് 2022 അമൽ നീരദ് സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ഭീഷ്മപർവ്വം ഇറങ്ങി. ആ സിനിമ പാട്ടുകൾ ആദ്യം തന്നെ ഹിറ്റായി. ചാമ്പിക്കോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈറലായി. ആ സിനിമ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ സിനിമ ഏകദേശം 85 കോടിക്ക് എടുത്തെങ്ങാണ്ട് 87 കോടി എങ്ങാണ്ടെടുത്ത് മൊത്തത്തിൽ കളക്ഷൻ വന്നൊരു സിനിമയാണ്. വേൾഡ് വൈഡ് ബിസിനസ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് നടന്നൊരു സിനിമയാണ്. ജനത്തിരക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കോവിഡിന് ശേഷം മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ തിയേറ്ററിൽ എത്തിച്ച ഒരു സിനിമ അമൽ നീരദ് മമ്മൂട്ടി ചിത്രമായ ഭീഷ്മപർവ്വം തന്നെയാണ്. അന്നേരം ഒരു കൂട്ടർ അല്ലെങ്കിൽ ഒരുപാട് പേര് കളിയാക്കി അത് സൗബിൻ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമൽ നീരദ് ചിത്രത്തിൽ മാത്രമേ മമ്മൂട്ടിക്ക് അത് സാധിക്കത്തുള്ളൂ. അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ കളിയാക്കൽ നിന്ന്. അമൽ നീരദ് ചിത്രത്തിൽ, അമൽ നീരദ് എന്ന് പറയുന്നത് ഗംഭീര ഡയറക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഗംഭീര റൈറ്ററാണ്, സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായിട്ട് 50 കോടി കിട്ടിയത്. ആരുടെ രീതിയിൽ കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഇദ്ദേഹം ആ ഒരു കളിയാക്കുക കിട്ടിയെങ്കിൽ പോലും അദ്ദേഹം ആദ്യത്തെ 50 കോടി ചിത്രം ഭീഷ്മപർവ്വം നേടി. രണ്ടാമത് അതിന് ഹേറ്റേഴ്സിന് ഭയങ്കര മറുപടി കൊടുക്കാൻ കഴിവുള്ളവരാണല്ലോ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ. എന്നിട്ട് അതിന് ഒരു മറുപടി കൊടുത്തൊരു ചിത്രമാണ് കണ്ണൂർ സ്കോഡ് 2023. പുത്തൻ ഡയറക്ടർ, അമൽ നീരദില്ല, റോബി എന്ന് പറയുന്ന പുത്തൻ ഡയറക്ടർ, പുത്തൻ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, റോബിയുടെ അനിയൻ റോണി, ഇവരെല്ലാം കൂടെ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ. താരതമ്യേന വലിയ കാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്ത സിനിമ. ഒരു പോലീസ് കഥയുമായിട്ട് വന്നു, കുറ്റാന്വേഷണ കഥയായിട്ട് വന്നു. അതും 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. വേൾഡ് വൈഡ് നന്നായിട്ട് ബിസിനസ് നടന്ന പടം. അന്നേരം വീണ്ടും വിമർശകരുടെ വായടപ്പിച്ചു. ഇതിൽ മൂന്നാമത്തതാണ് ഞാൻ കണ്ടതിൽ
എല്ലാവർക്കും അദ്ദേഹം കൊടുത്ത കിണ്ണം കാച്ചി ഒരു മറുപടി എന്ന് പറയുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ്. പൂർണ്ണമായും കൊമേഴ്ഷ്യൽ എലമെൻറ്റുകൾ ഒന്നുമില്ലാത്ത ഒരു സിനിമ. അതിന് ഡേറ്റ് കൊടുത്ത് അഭിനയിച്ച് തന്നെ മമ്മൂട്ടി ചെയ്ത ഏറ്റവും വലിയ കോടി ക്ലബിനെക്കാട്ടിലും വലിയ കാര്യമാണ്. സിദ്ധാർത്ഥ ഭരതനും അർജുന അശോകനും മമ്മൂട്ടിയും മാത്രം 3 പേരാണ് പ്രധാനമായിട്ടും. മണികണ്ഠനും അമൽഡയും എന്ന് പറയുന്ന നടിയും ഒരു പേരിന് വേണ്ടി മാത്രമുള്ള സിനിമ. 3 പേര് മാത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ചിത്രം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ഒരു ആദ്യത്തെ, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും മലയാള സിനിമയിൽ ആദ്യമായിട്ട് 50 കോടി നേടിയ ചിത്രം എന്തായാലും ഈ ചിത്രം തന്നെയാണ്. 3 ക്യാരക്ടേഴ്സ്, ഒരു മന, ഒറ്റ മുണ്ട്, അല്ലാതെ വേറെ ഒരു കാര്യങ്ങളില്ല. കൊമേഴ്സ്യലായിട്ട് ഒരു എലമെൻസും, ഡപ്പാങ്കൂത്ത് പാട്ട്, ആക്ഷൻ രംഗങ്ങൾ, മാസ് ഡയലോഗുകൾ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും മലയാളികൾ ഈ പരീക്ഷണം ഗംഭീരമായിട്ട് വിജയിപ്പിച്ചതിനോടൊപ്പം ഒരു നാഴികക്കല്ലോട് കൊടുത്തു. 50 കോടി ചിത്രത്തിന് കളക്ട് ചെയ്തു. അന്നേരം അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പ്രേമലുവും മഞ്ഞിലെ ബോയ്സ് എന്ന് പറയുന്ന ചിത്രങ്ങൾ കോടികൾ വാരി, അല്ലെങ്കിൽ യുവ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ഫാക്ടേഴ്സും, കളർഫുള്ളായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും അപ്പുറം ഇപ്പുറം കിടക്കുമ്പോഴും ഭ്രമയും തട്ട് താണില്ല എന്നുള്ളതാണ്. ഉറച്ചു തന്നെ നിന്നു. ഇപ്പോൾ 3ാമത്തെ, അതായത് അടുപ്പിച്ച് 3 വർഷം നേടുന്ന മലയാള നടൻ എന്നുള്ള ഖ്യാതി മമ്മൂട്ടിയിലേക്ക് എത്തിച്ചേർന്നു. അതായത് ആദ്യം ഭീഷ്മപൂർവ്വം 2022, 2021 കണ്ണൂർ സ്കോഡ്, 2024 ഭ്രമയുഗം. അന്നേരം ഇതിൻ്റെ അർത്ഥം ഒരു നടനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, മോഹൻലാലിൻ്റെ കുറേ പറയുമ്പോൾ ഒരു ചെറിയ ചിത്രമായ നേര്, ചെറിയ ചിത്രം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറഞ്ഞ ചിത്രം നേര് 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. ഈ സിനിമ എമ്പുരാൻ ഗംഭീരമാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇപ്പം എതിരെ നിൽക്കുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എമ്പുരാൻ അതിഗംഭീരം എന്നൊരു അഭിപ്രായം വന്നാൽ ചിലപ്പോൾ ആദ്യത്തെ ഈ കോടി ക്ലബ്ബ് പറയുന്നത് തെറ്റാണ്, എന്നാൽ പോലും ഞാൻ പറയുന്നത് ആദ്യത്തെ ചിലപ്പോൾ 200 കോടി ക്ലബ്ബായിരിക്കും. കാരണം അത്രയ്ക്കും എഫക്റ്റീവായ ഒരു സിനിമയാണെങ്കിൽ പിന്നെ ബോക്സ് ഓഫീസ് കത്തിക്കും, സംശയം വേണ്ട. അന്നേരം ആരും വെല്ലുവിളിക്കാതെ നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. വെല്ലുവിളിക്കുകയാണെങ്കിൽ ഇവർ അതിന് ആ ബെഞ്ച് മാർക്ക് കഴിഞ്ഞ് പോകാൻ കഴിവുള്ള നടന്മാർ തന്നെയാണ് ഇവർ 2 പേരും. ഒരു രക്ഷയില്ല. അത് നമുക്ക് മലയാളികൾക്ക് കിട്ടിയ നിധികളാണെന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ കലാപരമായ നമ്മളുടെ സിനിമകൾ ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അവരുടെ സെലക്ഷനൊക്കെ നന്നാകട്ടെ, നല്ല സിനിമകൾ. കോടി ക്ലബിനായിട്ടുള്ള കഥ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് വേണ്ടത് ഇവരുടെ നല്ല ചിത്രങ്ങളാണ്. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്.